CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്ക്ക് ഒന്ന് ട്രാക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം മറ്റൊന്നല്ല, ചെറിയൊരു ഭയം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്താണെന്ന് പറഞ്ഞാൽ ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധം, അതാണ് ഞങ്ങളുടെ പ്രതിഷേധം എന്നാണ് അഭിജിത്ത് ദീപ്ക്ക് പറയുന്നത്. അതിന് പുറത്ത് നടക്കുന്ന കലാപങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ, സംഘർഷങ്ങൾ, ഇതുമായിട്ട് CJPക്ക് ബന്ധമില്ല. ഞങ്ങൾ വളരെ സമാധാനമായിട്ട് നല്ല രീതിയിൽ സമാധാനപരമായുള്ള ഒരു വിദ്യാർത്ഥി പ്രതിഷേധമാണ് സംഘടിപ്പിക്കുന്നതെന്നാണ് ദീപ്ക്ക് പറഞ്ഞത്. എന്തായാലും ഇതൊരു ഭയത്തിൻ്റെ ഒരു പിൻബലത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആൾക്കൊരു ഭയം ഉണ്ടാകാതിരിക്കില്ല. കാരണം ഷർജീൽ ഇമാമും അതുകൂടാതെ ഉമർ ഖാലിദൊക്കെ ഇപ്പോൾ എവിടെയാണ്, കഴിഞ്ഞ 6 വർഷമായിട്ട് അവരെന്താണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. കാരണം ആളും ആരോ ഒക്കെ കുറച്ചു കാലം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. ഗുരുതരമായുള്ള ആരോപണങ്ങൾ നേരിടുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം CJPയുടെ സ്ഥാപകനായുള്ള അഭിജിത്ത് ദീപ്ക്ക് തന്നെ നേരിടേണ്ടി വരും. ഇപ്പോൾ ഒരുപാട് നേതാക്കൾ കയറി ഇറങ്ങാനുണ്ടാവും, അഭിനന്ദിക്കാനുണ്ടാവും, ആശ്ലേഷിക്കാനുണ്ടാവും. രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി പലരും വരും പോകും. പക്ഷേ ശാശ്വതമായിട്ട് ഇതിനെയൊക്കെ നേരിടേണ്ട ഒരു വ്യക്തി CJP സ്ഥാപകനായുള്ള അഭിജിത്ത് ദീപ്ക്കയാണ്. പക്ഷേ ദീപ്ക്കയുടെ ഒരു നിലപാട് മാറ്റം ഒരു വലിയ മാറ്റം തന്നെയാണ്. കാരണം 24 മണിക്കൂർ മുമ്പ് പറഞ്ഞിരുന്നത് അവിടെ നടന്ന പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സംഘർഷങ്ങൾ, ഇതിനെയൊക്കെ ഒരു ന്യായീകരിക്കുന്ന ഒരു ടോണിലാണ് സംസാരിച്ചിരുന്നത്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നരനായിട്ടുണ്ടായി, നരേന്ദ്രമോദി ഏകാധിപതിയാണ്, അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായിട്ട് കാണാൻ പോലും പറ്റില്ല എന്നൊക്കെയുള്ള ടോണായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ പറയുന്ന അക്രമങ്ങളെയൊക്കെ ഒരു പരോക്ഷമായി ന്യായീകരിക്കുന്ന പ്രസ്താവനകളായിരുന്നു അഭിജിത്ത് ദീപ്ക്ക് നടത്തിയിരുന്നത്. പക്ഷേ പിന്നീട് ഈ വീഡിയോകൾ വലിയ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടതോടുകൂടി ഈ CJP പ്രതിരോധത്തിലായി എന്നുള്ളതാണ്. കാരണം റൈറ്റ് വിങ് മീഡിയാസും ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസൊക്കെ ഇത്തരം വീഡിയോകൾ, അതായത് നമ്മൾ കേട്ടിരുന്ന, അതായത് ഒരു പൊതുവെ അറിഞ്ഞിരുന്നൊരു കാര്യം എന്ന് വിചാരിച്ചാൽ വിദ്യാർത്ഥികളെ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്തു എന്നുള്ള. പക്ഷേ അത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള അറ്റാക്കുകൾ നടന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നു എന്നുള്ള വീഡിയോസ് നമുക്ക് മുമ്പിൽ ഇപ്പോൾ എവിഡൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഡൽഹിയിൽ നടന്ന അഴിഞ്ഞാട്ടത്തിൻ്റെ സാമൂഹ്യ വിരുദ്ധരും രാഷ്ട്രവിരുദ്ധരും ഒക്കെ ആയുള്ള ആളുകൾ നടത്തിയ അഴിഞ്ഞാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ, വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ മറവിൽ നടത്തിയ ഇത്തരം അഴിഞ്ഞാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്നുള്ളതാണ്. ഇത് വ്യാപകമായി സോഷ്യൽ മീഡിയയിലൊക്കെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. അതിനുശേഷം കാര്യങ്ങളിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് CJPയുടെ സമരം ഭയങ്കര സമാധാന രീതിയിലാണ് പോകുന്നതെന്നൊക്കെയാണ് നമ്മുടെ സെലിബ്രിറ്റികൾ ടൊവിനോ ഉൾപ്പെടെയൊക്കെ പറയുന്നത്. പക്ഷേ സത്യാവസ്ഥ ഇതാണെന്നുള്ളത് ജനങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാണെങ്കിൽ ഇപ്പോൾ മനസ്സിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി, അതുകൂടാതെ ഒരു ചങ്ങായി പറയുന്നത് നേപ്പാൾ മാതൃക ഇവിടെ ആവർത്തിക്കും, പാർലമെൻറ്റ് ഞങ്ങൾ തകർക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഹിന്ദു വിരുദ്ധത, പച്ചയായ ഹിന്ദു വിരുദ്ധതയെക്കുറിച്ച് പറയുന്നു, സംസാരിക്കുന്നു. ആസാദി മുദ്രാവാക്യം, 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കണം കാശ്മീരിൽ. അത് ജന്തർ മന്ദറിലാണ് ഒരു കാശ്മീരിലെ പ്രമുഖനായുള്ള ഒരു രാഷ്ട്രീയ നേതാവ് വന്ന് പറഞ്ഞത്. 370 के प्रोटेक्शन जो हमें इस कॉन्स्टिट्यूशन ने दिए थे, आज मैं इस मंच से, जिसे आप मंच कैसे सवाल करना चाहता हूं, क्या आपको कभी भी ये सोचने का मौका दिया गया? क्या आप ये सवाल करें कि क्या 370 पाकिस्तान के कॉन्स्टिट्यूशन ने दिया था या हिंदुस्तान के कॉन्स्टिट्यूशन ने दिया था? ये कॉन्स्टिट्यूशनल गारंटीज इस मुल्क की थी. कश्मीर जब कॉन्स्टिट्यूशनल गारंटीज की बात करता है, अपने मुल्क की कॉन्स्टिट्यूशन गारंटीज की बात करता है, किसी एक मुल्क के बारे में बात नहीं करता. आप खुशकिस्मत है कि आप बात कर पाते हैं. कश्मीर का जब बात करें तो उस पर UAPA लगाया जाता है, PSA लगाया जाता है, जेल में भरा जाता है. പിന്നെ ഈ ഉമർ ഖാലിദിനെ മോചിപ്പിക്കണം, ആസാദി മുദ്രാവാക്യം, ഇതൊക്കെ നീറ്റ് പരീക്ഷയുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളത് ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വേറെയാണ്. അതായത് ഒരു രാഷ്ട്രീയ മാറ്റത്തിനായിട്ടുള്ള ശ്രമം ഇവിടെ കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട്. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്ന് പുറത്താക്കണം. ജനാധിപത്യ രീതിയിൽ അത് സാധ്യമല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിതാന്തമായുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖമില്ലാത്ത കുറേ ആളുകളെ കൊണ്ടുവന്ന് മുഖം നഷ്ടപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെ ഒരു ശ്രമമാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെ കരുതിയിരിക്കണം രാജ്യം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നീറ്റ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളുടെയൊക്കെ സുതാര്യത
കേന്ദ്ര സർക്കാർ ഉറപ്പാക്കണം. ആ ഒരു നിലപാട് തന്നെയാണ് എല്ലാ വ്യക്തികൾക്കും ഉള്ളത്. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത് മുൻനിർത്തിയുള്ള ചില കലാപശ്രമങ്ങൾ ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മുഖം നോക്കാതെ തന്നെ നടപടി എടുക്കേണ്ടതാണ്. ഇന്ത്യയുടെ രാജ്യ തലസ്ഥാനത്താണ് കലാപം അഴിച്ചുവിടാൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചില നിക്ഷിപ്ത താല്പര്യക്കാർ, ഫോറിൻ ഫണ്ടഡ് ആയിട്ടുള്ള കുറേ ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ഈ ഒരു എക്കോസിസ്റ്റത്തിലെ ആളുകൾ പങ്കുവെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ശ്രീലങ്കയിൽ കലാപം നടന്നു, അവിടെ റവല്യൂഷൻ നടന്നു, ഭരണമാറ്റം ഉണ്ടായി, അതിനുശേഷം ബംഗ്ലാദേശിൽ സംഭവിച്ചു, നേപ്പാളിലും സംഭവിച്ചു, അടുത്തത് ഇന്ത്യയാണ്, ലോഡിങ് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ക്യാമ്പയിനുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ KK ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. കാവ്യ കർണാടക അങ്ങനെ ഏതുള്ള ഒരു കക്ഷിയാണത്, ഒരു സ്ത്രീയാണ് അത് നടത്തുന്നത്. അപ്പോൾ അതിലൊക്കെ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിലൊക്കെ കാണുന്ന കമൻസ്, അതൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ഒരു രാജ്യവിരുദ്ധമായുള്ള രീതിയിലുള്ള അജണ്ടയായിട്ടാണ് ഇവരൊക്കെ മുന്നോട്ട് പോകുന്നതെന്നുള്ള. ഒരുപാട് കമൻസ് വരുന്ന ബംഗ്ലാദേശിൽ നിന്നാണ്. ബംഗ്ലാദേശികളാണ് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ട്, അടുത്തത് ഇന്ത്യയാണെന്നുള്ളത്. ബംഗ്ലാദേശിൻ്റെയൊക്കെ താല്പര്യം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു കൺസേർട്ടഡ് എഫേർട്ട് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിനെ വളരെ സിമ്പിളായിട്ട് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ജനങ്ങളോ കാണേണ്ടതില്ല.